നമ്മുടെ ബിസിനസ്സിൽ കൂടുതൽ എക്സ്പെൻസുകൾ ഇല്ലാതെ എങ്ങനെ നമ്മുടെ സെയില് ഗ്രോത്ത് കൊണ്ടുവരാം, അതേക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ 6 പോയിന്റ് ഉണ്ട് പ്രധാനപ്പെട്ട. ഇതിൽ 4 നമുക്ക് ഒരു എക്സ്പെൻസും ഇല്ലാതെ നമുക്ക് സെയിൽ കൂട്ടാൻ പറ്റുന്നതാണ്. 2 എക്സ്പെൻസ് റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. ഈ 6 പോയിന്റിനെ കുറിച്ചാണ് എനിക്ക് നിങ്ങളുമായി സംഭവിക്കാനുള്ളത്. ഈ 6 പോയിന്റിൽ ആദ്യത്തെ 2 പോയിന്റാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ലേണിംഗ് ആൻഡ് ഷെയറിംഗ് മുഹമ്മദ് ഇക്ബാൽ ഷോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സെയിൽസിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങൾ, എങ്ങനെ സെയിൽസിൽ നമുക്ക് കൂട്ടാൻ പറ്റുമെന്നത്. അത് പ്രത്യേകിച്ച് തുടക്കക്കാർക്കാവുമ്പോൾ എക്സ്പെൻസ് ഇല്ലാതെ കൂടുതൽ അഡീഷണൽ ഭാരങ്ങൾ വരാതെ എങ്ങനെ നമുക്ക് സെയിൽസ് വർദ്ധിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. പ്രോസ്പെക്ടിങ്, പുതിയ കസ്റ്റമറെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം. പുതിയ കസ്റ്റമറിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ സെയിലിനെ അല്ലെങ്കിൽ ബിസിനസിനെ മറ്റൊരു തലത്തിലേക്ക് നീക്കി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ നിരന്തരമായിട്ടുള്ള പ്രോസ്പെക്ടിങ് നടക്കേണ്ടതുണ്ട്. പുതിയ കസ്റ്റമറെ നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചേ പറ്റുള്ളൂ. പുതിയ കസ്റ്റമറാണ് ഏതൊരു പ്രസ്ഥാനത്തിന്റെയും നെടുന്താണായി നിൽക്കാൻ പറ്റുന്നത്. പുതിയ കസ്റ്റമറെ കണ്ടെത്തുന്നത് ഒരു എവർ എൻഡിങ് പ്രോസസ്സാണ്. എല്ലാ കാലത്തും തുടർന്നുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം നമ്മൾ എങ്ങനെ പോയാലും നമ്മൾ ഒരു സൈഡിൽ നമ്മൾ പുതിയ കസ്റ്റമർ പ്രോസ്പെക്റ്റിനെ കണ്ടെത്തുമ്പോൾ മറ്റൊരു സൈഡിൽ വേരിയസ് റീസൺസ് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മൾക്ക് കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രശ്നമായിരിക്കാം, നമ്മുടെ പ്രൈസിന്റെ പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ ലൊക്കേഷന്റെ പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ കൊടുക്കുന്ന സർവീസിന്റെ പ്രശ്നമായിരിക്കാം. പല കാരണങ്ങളും. അതല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റർ, അത് നമ്മുടെ കസ്റ്റമേഴ്സിന് വളരെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരാളായിരിക്കാം. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രോഡക്റ്റ് വാങ്ങിക്കേണ്ടതുള്ളത് കൊണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് നമ്മളിൽ നിന്ന് പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഒരു സൈഡിൽ നമ്മൾ പുതിയ കസ്റ്റമറെ എന്നും നിരന്തരമായിട്ട് നമ്മൾ പുതിയ കസ്റ്റമറെ കണ്ടെത്തിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ എങ്കിലേ നമ്മുടെ സെയിൽസിലെ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. മറ്റൊന്ന് റീആക്ടിവേറ്റിംഗ് എക്സിസ്റ്റിംഗ് നമ്മുടെ ഓൾഡ് കസ്റ്റമേഴ്സ് എന്നുള്ളതാണ്. അതായത് നമുക്ക് കുറെ കസ്റ്റമേഴ്സ് നമ്മൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നമ്മുടെ കുറെ കസ്റ്റമേഴ്സ് കുറെ കാലങ്ങളായിട്ട് നമ്മളിൽ നിന്ന് സാധനങ്ങൾ എടുക്കാതിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ ചില കാരണങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ മുമ്പ് നമ്മൾ അവർക്ക് സർവീസോ പ്രൊഡക്റ്റോ കൊടുത്തിരുന്നതാണ്. പക്ഷെ ഇപ്പൊ കുറച്ച് നാളായിട്ട് അവർ വരുന്നില്ല, നമ്മുടെ സർവീസും പ്രൊഡക്റ്റോ അവർ അവൈൽ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. അതിന് അവർ വീണ്ടും അപ്രോച്ച് ചെയ്യണം. കാരണം ഒരു പുതിയ കസ്റ്റമറെ കണ്ടെത്തണമെങ്കിൽ നമുക്ക് വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. മാത്രമല്ല, ആദ്യമായിട്ട് നമ്മൾ ചെന്ന് പിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ കസ്റ്റമർക്ക് ആദ്യം ചെന്ന് പിച്ച് ചെയ്യുന്ന സെയിൽസ് സ്റ്റാഫിനെ അയാൾക്ക് വിശ്വാസം വേണം. പിന്നെ കൊണ്ടുവരുന്ന പ്രൊഡക്റ്റിന് വിശ്വാസം വേണം. പിന്നീട് നമ്മുടെ കമ്പനിയെ കുറിച്ച് വിശ്വാസം വേണം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ആൾ പ്രൊഡക്റ്റ് വാങ്ങിക്കണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമർ എന്ന് പറയുന്നത്, പഴയ കസ്റ്റമർ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ഈ പ്രോസസിംഗ് എല്ലാം കഴിഞ്ഞ് അവരിൽ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവരുടെ അടുത്ത് നമുക്ക് രണ്ടാമത് പിച്ച് ചെയ്യാൻ നമുക്ക് സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റുന്നതാണ്. മാത്രമല്ല, അതിൽ വരുന്ന എക്സ്പെൻസ് നമുക്ക് 0 എക്സ്പെൻസ് ആണ് അവരെ വീണ്ടും ആക്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ വരുന്നത്. ഇങ്ങനെ ഇവരെ കണ്ടെത്തി ആ കസ്റ്റമേഴ്സിനെ റീആക്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്കൊരു സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിലൂടെ നമ്മൾ സെയിൽസ് വർദ്ധിപ്പിക്കാൻ പറ്റും. ഈ 2 കാര്യങ്ങളും ആദ്യഘട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സെയിൽസിലേക്ക് വോളിയം കൊണ്ടുവരാനും സെയിൽസ് വർദ്ധിപ്പിക്കാൻ പറ്റും. ആ കാര്യങ്ങൾ പ്രത്യേകം നമ്മുടെ സെയിൽസ് ടീമിനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. വീണ്ടും അടുത്ത ആഴ്ച മറ്റു 2 പോയിന്റുമായി വരാം. ടിൽ ദെൻ, കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ് മീ. താങ്ക് യു.